ഞാൻ ജോയ്സൺ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്. നമ്മുടെ ലൈഫിലെ ഏറ്റവും നല്ല കാര്യങ്ങളിലൊന്നാണ് റിലേഷൻഷിപ്സ്, അല്ലേ? നല്ല കൂട്ടുകാരും സ്നേഹമുള്ള പാർട്ട്ണറുമൊക്കെ നമ്മുടെ സന്തോഷത്തിനും സമാധാനത്തിനും വലിയൊരു സപ്പോർട്ടാണ്. ചില കൂട്ടുകാരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകാറുണ്ടോ? അല്ലെങ്കിൽ പാർട്ട്ണറായിട്ടുള്ള സംസാരം എപ്പോഴും ഒരു ഭാരമായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ സാധാരണയായി ഇങ്ങനെ തോന്നാറുണ്ടോ? സന്തോഷിക്കാൻ വേണ്ടി തുടങ്ങിയ ബന്ധം എപ്പോഴെങ്കിലും ഒരു തലവേദനയായിട്ട് മാറിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തനിച്ചല്ല, പലർക്കും ഇത് അനുഭവിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഇത് ചിലപ്പോൾ ആ ബന്ധങ്ങളിൽ അറിയാതെ കടന്നു കൂടിക്കൊണ്ടോ അല്ലെങ്കിൽ അതിൽ സംഭവിക്കുന്നതായിട്ടുള്ള ചില ടോക്സിക് സ്വഭാവങ്ങളുടെ കാരണം കൊണ്ടായിരിക്കും. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് അങ്ങനെയുള്ള കുറച്ച് കോമൺ ടോക്സിക് സ്വഭാവങ്ങളെ കുറിച്ചാണ്. ഇത് തിരിച്ചറിയുന്നത് നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ സന്തോഷത്തിനും ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ്. കാരണം നമ്മൾ വിഷമിപ്പിക്കുന്ന, വിലയില്ലാത്തവരായിട്ട് കാണുന്ന ബന്ധങ്ങളിൽ തൂങ്ങിക്കിടക്കേണ്ട കാര്യം നമുക്കില്ല. ഇനി വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ജോയ്ഫുൾ സൈക്ക് ഓരോരു വെൽനസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മാനസികാരോഗ്യവും കോൺഫിഡൻസ് ലെവലും മറ്റൊക്കെ മെച്ചപ്പെടുത്താനായിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള വർക്ക്ഷോപ്പുകൾ ഡിസൈൻ ചെയ്ത് അവതരിപ്പിക്കുന്നുണ്ട്. എല്ലാവർക്കും മാനസികാരോഗ്യം യാഥാർത്ഥ്യമാക്കാനായിട്ടുള്ള ജോയ്ഫുൾ സൈക്കിന്റെ മിഷനായിട്ടുള്ള മെന്റൽ ഹെൽത്ത് ഫോർ ദ മാസസ് എന്ന ലക്ഷ്യത്തിലൂടെയാണ് ഞങ്ങൾ ഈ വർക്ക്ഷോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 7 വർക്ക്ഷോപ്പുകളാണ് ഈ വരുന്ന മാസങ്ങളിൽ ഞങ്ങൾ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത്. അത് വർക്ക്ഷോപ്പുകൾ അവതരിപ്പിക്കുക ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ജോയ്സൺ ആയിരിക്കും. നിങ്ങൾക്ക് അതിലൂടെ നിങ്ങളുടെ ഇമോഷനുകളെ മാനേജ് ചെയ്യാനും ഏങ്കറിനെ മാനേജ് ചെയ്യാനും, നിങ്ങൾക്ക് ഡിപ്രസീവ് അതുപോലത്തെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനും, അഡിക്ഷനുകളോ കോൺഫിഡൻസിന്റെ കുറവോ അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഇതിനെല്ലാത്തിനും ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനായിട്ട് സഹായിക്കാൻ ഉതകുന്ന തരത്തിലാണ് ഞങ്ങൾ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതെല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്കിത് ആക്സസ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലോ വെബ്സൈറ്റിലോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതേ വിവരങ്ങൾ നമ്മൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അധികം വൈകിപ്പിക്കുന്നില്ല, നേരിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ എന്താണ് ഈ ടോക്സിക് സ്വഭാവം? ഈ ടോക്സിക് സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരുന്ന ചെറിയ വഴക്കോ പിണക്കമോ അല്ല കേട്ടോ. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. മറ്റേയാളുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന, സെൽഫ് റെസ്പെക്ട് കളയുന്ന, അതിരുകൾ നോക്കാത്ത, ഫീലിങ്സിനെ മുറിവേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്വഭാവ രീതികൾ, കൈൻഡ് ഓഫ് പാറ്റേൺ ഓഫ് ബിഹേവിയേഴ്സ്. ഇത് കൂട്ടുകാരുടെ ഇടയിലാവാം, ലവ് റിലേഷൻഷിപ്പിലാവാം, വീട്ടുകാരുടെ ഇടയിൽ പോലും ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ സാധാരണ കാണുന്ന ചില ടോക്സിക് സ്വഭാവങ്ങളാണ് നമ്മളോട് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ കാണുന്ന ചില ടോക്സിക് സ്വഭാവങ്ങൾ നമുക്ക് നോക്കിയാലോ? ഞാനിതിൻ്റെ പേരുകൾ കൂടി പറയാം. അപ്പം നിങ്ങൾക്ക് ഇത് തന്നെയാണോ സംഭവം എന്ന് ഓർത്തെടുക്കാനും മനസ്സിലാക്കാനും അത് വളരെ ഹെൽപ്ഫുൾ ആവും. ഒന്നാമത്തെ ടോക്സിക് സ്വഭാവ രീതിയാണ് ഗ്യാസ് ലൈറ്റിംഗ്. ഈ വാക്ക് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലേ? നമ്മുടെ ഓർമ്മയെ, ചിന്തയെ, ഇതാണോ ശരിക്കും നടന്നത് എന്നൊക്കെ മറ്റേയാൾ നമ്മളെ സംശയത്തിലാകുന്ന തരത്തിലുള്ള പരിപാടി. അയ്യോ, അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, നിനക്ക് തോന്നിയതാവും, ഇത്ര ചെറിയ കാര്യത്തിനാണോ നീ വിഷമിക്കണേ, ഓവർ റിയാക്ട് ചെയ്യാതെ, നിനക്ക് പ്രാന്താണോ എന്നൊക്കെ എപ്പോഴും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ ഇത് തന്നെയാവും സംഭവം. ഉദാഹരണത്തിനായിട്ട് നിങ്ങൾ ഉറപ്പായും ഓർക്കുന്ന ഇന്നലെ നടന്നിട്ടുള്ള ഒരു കാര്യം പോലും അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല, സംഭവിച്ചിട്ടേ ഇല്ല, നിനക്ക് വെറുതെ തോന്നുന്നതാ എന്ന് നിങ്ങളുടെ കൂട്ടുകാരനോ പാർട്ട്ണറോ വാദിച്ചുകൊണ്ടിരിക്കുക. 1-2 തവണയാകുമ്പോൾ നമ്മൾ എൻ്റെ ഓർമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് നമ്മളെ തന്നെ സംശയിച്ച് തുടങ്ങാനായിട്ട് ഇങ്ങ് തുടങ്ങും. അപ്പൊ എന്താ നമുക്ക് ഫീൽ ചെയ്യാം? ഇത് കേൾക്കുന്ന ആൾക്ക് സ്വയം ചിന്തയിലോ ഓർമ്മയിലോ ഒരു പിടിയും കിട്ടാത്ത അവസ്ഥയോ, ആകെ കൺഫ്യൂഷനായി പോകുന്ന ഒരവസ്ഥ. വളരെ ബുദ്ധിമുട്ടാണിത്, അല്ലേ? ഓർത്തു നോക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ ഇത് സംഭവിക്കുന്നുണ്ടോ എന്ന്. ഇനി രണ്ടാമതായിട്ട് നമ്മളിവിടെ പറയാൻ പോകുന്ന ടോക്സിക് ബിഹേവിയർ ആണ് നിരന്തരമായിട്ടുള്ള കുറ്റപ്പെടുത്തൽ, കോൺസ്റ്റന്റ് ക്രിറ്റിസിസം. എന്ത് ചെയ്താലും കുറ്റം, ഒരു നല്ല വാക്ക് പറയില്ല, നമ്മൾ എന്തെങ്കിലും നേടിയാൽ അതൊന്നും വലിയ കാര്യമല്ല എന്ന മട്ട്. എപ്പോഴും മറ്റുള്ളവരായിട്ട് താരതമ്യം ചെയ്യാം, നമ്മുടെ ഇഷ്ടങ്ങളെ പുച്ഛിക്കുകയാണ്.
ഉദാഹരണമായിട്ട് നിങ്ങൾ ഹാപ്പി ആയ ഒരു കാര്യം പറയുമ്പോൾ ഇതിൽ ഇത്ര വലിയ കാര്യമൊന്നുമില്ലല്ലോ, എന്താ നിനക്ക് ഇതിലും നന്നായി ചെയ്യാമായിരുന്നില്ലേ എന്നൊക്കെ എപ്പോഴും പറയുന്ന ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി മുതലായതൊക്കെ. അപ്പൊ നമുക്ക് എന്താ ഫീൽ ആവുക? ഇത് കേട്ട് കേട്ട് നമുക്ക് നമ്മളൊരു വിലയില്ലാത്ത ആളെന്നോ ഒന്നിനും കൊള്ളില്ലെന്നോ ഒക്കെ പതിയെ തോന്നി തുടങ്ങാനായിട്ട് തുടങ്ങും അല്ലെ? ശ്രദ്ധിക്കുക. ഇനി മൂന്നാമതായിട്ടുള്ള ടോക്സിക് ബിഹേവിയർ ആണ് മാനിപ്പുലേഷൻ, അല്ലെങ്കിൽ കൗശലപൂർവ്വം കാര്യം സാധിക്കുന്ന രീതി. സോ ഇതിൽ നമ്മളെ ഗിൽറ്റ് ട്രിപ്പ് ആക്കുന്ന രീതി ഉണ്ടായിരിക്കും, നമ്മളെ പേടിപ്പിക്കുന്നുണ്ടായിരിക്കും, സ്നേഹം കാണിച്ച് കാര്യം നേടുന്ന രീതിയൊക്കെ. ഇതൊക്കെ വെച്ച് മറ്റേയാളെ കൺട്രോൾ ചെയ്യുന്ന ഒരു പരിപാടിയായിരിക്കും ഇവിടെ കാണാൻ സാധിക്കാം. നമ്മുടെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഉദാഹരണമായിട്ട്, ഞാൻ പറഞ്ഞ കാര്യം നീ ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാവും, എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പ്രഷറിലാക്കുന്നത് ഇതിന് ഉദാഹരണമാണ്. ഇനി ഇത് സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമ്മൾ എങ്ങനെയാ ഫീൽ ചെയ്യുക? ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വെറുതെ ഗിൽറ്റ് അടിച്ചു തുടങ്ങും, പേടി തോന്നും, ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ പ്രഷറിന് നമ്മൾ പലപ്പോഴും വഴങ്ങി നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ചെയ്തു തുടങ്ങുന്നത് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നാലാമതായിട്ട് സംഭവിക്കുന്ന ഒരു ടോക്സിക് ബിഹേവിയർ ആണ് അമിതമായിട്ടുള്ള അസൂയയും അല്ലെങ്കിൽ പൊസസീവ്നെസ് എന്ന് പറയുന്ന കാര്യങ്ങൾ. കൂട്ടുകാരന്റെ അല്ലെങ്കിൽ പങ്കാളിയുടെ കാര്യത്തിൽ ഓവറായിട്ട് ഇടപെടുന്ന അവസ്ഥ, ആരോട് മിണ്ടുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ കൺട്രോൾ ചെയ്യാൻ നോക്കുക. എപ്പോഴും സംശയം, ഫോൺ ചെക്ക് ചെയ്യുക, പാസ്വേഡ് ചോദിക്കുക, ഇതൊക്കെയാണ് സാധാരണ സംഭവിക്കുക. ഇതിന് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ പാർട്ട്ണർ തുടരെ വിളിച്ചിട്ട് നിങ്ങൾ എവിടെയാണെന്ന് ചോദിക്കുക, കൂടെ ആരുണ്ടെന്ന് നിർബന്ധിച്ച് ചോദിക്കുക, കാണാനായിട്ട് വീഡിയോ കോളിൽ ചെയ്തിട്ട് കാണിച്ചു തരാൻ പറയുക, വേഗം വീട്ടിലെത്താൻ പറയുക, നിങ്ങൾ അതിന് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന രീതി. ഇങ്ങനെ സംഭവിക്കുമ്പോണ്ടല്ലോ, ഇതനുഭവിക്കുന്ന ആൾക്ക് ശ്വാസം മുട്ടി തുടങ്ങും. ഒരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത, എന്നെ വിശ്വാസമില്ലല്ലോ എന്നൊക്കെ തോന്നി തുടങ്ങും. ഇനി അഞ്ചാമതായിട്ട് സംഭവിക്കുന്ന ഒരു ടോക്സിക് ബിഹേവിയർ ആണ് മിണ്ടാതിരുന്ന് ശിക്ഷിക്കുന്ന ഒരു പ്രകൃതം, ഒരു രീതി എന്ന് പറയുന്നത്. ഇതിന് പല പേരുകളിൽ അറിയപ്പെടും. ഇമോഷണൽ സ്റ്റോൺ വാളിങ്, സൈലന്റ് ട്രീറ്റ്മെന്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കാം. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ മിണ്ടാതിരിക്കുക, നമ്മളെ തീരെ മൈൻഡ് ചെയ്യാതിരിക്കുക, സ്നേഹം കാണിക്കാതിരിക്കുക, ഒരു തരം സൈലന്റ് പണിഷ്മെന്റ്. ഉദാഹരണമായിട്ട് പറയുമ്പോൾ, ചെറിയൊരു വഴക്കിന് ശേഷം നിങ്ങളുടെ പാർട്ട്ണർ ദിവസങ്ങളോളം മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥ, നമ്മൾ പറയുന്നത് കേൾക്കാത്ത പോലെ നടിക്കുന്ന അവസ്ഥ. ഇങ്ങനെ ഉണ്ടാവുമ്പോണ്ടല്ലോ, ഇതനുഭവിക്കുന്നവർക്ക് വലിയ ഒറ്റപ്പെടൽ തോന്നി തുടങ്ങും, ദേഷ്യം വരും ഭയങ്കരമായിട്ട്. എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ഒരു വലിയൊരു ക്രൈസിസ് സിറ്റുവേഷനിലും വേദനയിലായിരിക്കും അനുഭവിക്കുന്നവർ മുന്നോട്ട് പോവുക. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും ഇത് അനുഭവിക്കുന്നവർക്ക്. റിലേഷൻഷിപ്പിലാണെങ്കിൽ ബ്രേക്കപ്പ് ആയോ, ഇനി റിലേഷൻഷിപ്പ് ഇല്ലേ എന്നൊക്കെ തരത്തിലുള്ള സംശയവും പലപ്പോഴും വന്നു പോകുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇനി ആറാമതായിട്ട് കോമൺ ആയിട്ട് കാണുന്ന ഒരു ടോക്സിക് ബിഹേവിയർ ആണ് എപ്പോഴും ഇരയാഭാവം നടിക്കുക എന്ന് പറയുന്നത്, പ്ലേയിങ് ദ വിക്ടിം. എന്ത് പ്രശ്നം ഉണ്ടായാലും മറ്റുള്ളവരെ കുറ്റം പറയാം, സ്വന്തം തെറ്റ് സമ്മതിക്കാത്ത അവസ്ഥ, എപ്പോഴും താനാണ് പാവം, എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നു എന്ന മട്ടിൽ സംസാരിച്ച് സിമ്പതി നേടാനായിട്ട് ശ്രമിക്കും. ഉദാഹരണമായിട്ട്, എന്ത് സംഭവിച്ചാലും എല്ലാം എൻ്റെ വിധിയാണ്, എൻ്റെ ഒരു തലയിലെഴുത്ത്, അല്ലെങ്കിൽ നീ കാരണം എനിക്കിങ്ങനെ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഉത്തരവാദിത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരാള് ഓർത്തു നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ട്സുകളോ പാർട്ട്ണറോ ആരെങ്കിലും ഒക്കെ ഉണ്ടോയെന്നൊന്ന് ഇരുത്തി ഓർത്തു നോക്കുക. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഗിൽറ്റ് അടിക്കല്ലേ, ഇവരെ സമാധാനിപ്പിച്ച് പലപ്പോഴും നമ്മൾ തന്നെ തളർന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും സംഭവിക്കുക. ഏഴാമതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ടോക്സിക് ബിഹേവിയർ ആണ് അതിരുകളെ മാനിക്കാതിരിക്കല്, ഡിസ്റെസ്പെക്ടിങ് ദ ബൗണ്ടറീസ്. നമ്മൾ വേണ്ട എന്ന് കൃത്യമായി പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും ചെയ്യാം, നമ്മുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചങ്ങ് കയറുക. ഇത് ശാരീരികമായിട്ടോ വൈകാരികമായിട്ടോ ഒക്കെ സംഭവിക്കാം. നമ്മളുടെ പെർമിഷൻ ഇല്ലാതെ നമ്മളുടെ കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാം. ഉദാഹരണമായിട്ട്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ടോപ്പിക്കിനെ പറ്റി സംസാരിക്കാൻ നിങ്ങളെ നിർബന്ധിക്കാം. നിങ്ങളുടെ ഫോണോ ഡയറിയോ പെർമിഷൻ ഇല്ലാതെ നോക്കുക. നിങ്ങളുടെ സമ്മതം ഇല്ലാതെ നിങ്ങളുടെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക മുതലായവയ്ക്കും ഇതിൽ പെടണ്ട. ഇത് സംഭവിക്കുമ്പോൾ ഇവർക്ക് നമ്മളൊരു വിലയില്ലാത്ത പോലെ തോന്നും, നമ്മുടെ ഇഷ്ടത്തിനൊരു പുല്ല് വിലയുമില്ല എന്നൊക്കെ തോന്നിയിട്ട് നമുക്ക് ദേഷ്യവും നിസ്സഹായാവസ്ഥയും ഒക്കെ വളരെയധികം വരും. ഇത്തരം പെരുമാറ്റങ്ങളുടെ പ്രത്യാഘാതം എന്താണെന്ന് ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ,
ഇങ്ങനത്തെ ടോക്സിക് സ്വഭാവങ്ങളെ സ്ഥിരമായിട്ട് സഹിക്കുന്നത് നമ്മുടെ മനസ്സിന്റെ താളം തെറ്റിച്ചു തുടങ്ങും. അതൊട്ടും നിസ്സാരമായിട്ട് കാണരുത്. നമ്മുടെ സെൽഫ് റെസ്പെക്ട് പതിയെ ഇല്ലാതായി തുടങ്ങും. എപ്പോഴും ഒരുതരം ടെൻഷനും ചിലപ്പോൾ ഡിപ്രഷനും ഒക്കെ വരാനായിട്ട് ഇത് കാരണമാവാറുണ്ട്. അവസാനം നമ്മൾ ഒറ്റയ്ക്കാണെന്നും ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നും. ഇത് ഭാവിയിൽ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് വരെ മോശമായിട്ട് ബാധിച്ചേക്കാം. അല്ലെങ്കിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ തന്നെ നമ്മൾ ശ്രമിക്കാത്ത അവസ്ഥയിലായിരിക്കും നമ്മൾ പലപ്പോഴും ആയിത്തീരാം. ഇനി ഈ ഒരു അവസ്ഥയെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇങ്ങനത്തെ സ്വഭാവങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ആദ്യ പടി, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നിങ്ങളുടെ ബന്ധങ്ങളിൽ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒന്ന് ശ്രദ്ധിക്കാം. കൃത്യമായി അതിരുകൾ വെക്കാൻ, ആ ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും തുറന്നു പറയാം. ഒരു കാര്യം, അത് സേഫ് ആയിട്ടുള്ള ആളുടെ അടുത്താണ്, സേഫ് ആയിട്ടുള്ള സാഹചര്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പൊ അവര് ഇമോഷണലി ചലഞ്ചഡ് ആയിട്ട് പല രീതിയിൽ ആക്രോശിക്കാനും ദേഷ്യപ്പെടാനും അല്ലെങ്കിൽ ഉപദ്രവിക്കാനും ഒക്കെ സാധ്യതയുണ്ടെങ്കിൽ അവിടെ ഇത് അവതരിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ബദലായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കൂട്ടുകാരുടെ അടുത്തോ വീട്ടുകാരുടെ അടുത്തോ സംസാരിക്കാം. വേണമെങ്കിൽ ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പും തേടാവുന്നതാണ്. ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ കൗൺസിലറുടെയോ ഒക്കെ ഹെൽപ്പ് നിങ്ങൾക്ക് തേടാം. ചിലപ്പോൾ നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി അങ്ങനത്തെ ബന്ധങ്ങളിൽ നിന്ന് തന്നെ ഒരുപക്ഷെ മാറി നടക്കേണ്ടതായിട്ടും വന്നേക്കാം. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, അതാണ് അതിന്റെ സത്യം എന്ന് പറയുന്നത്. അതാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യേണ്ടിയും വരിക. ഇനി ചില ആൾക്കാർ ഇത്തരത്തിലുള്ള ടോക്സിക് ബിഹേവിയേഴ്സ് ആയിട്ട് അവരുടെ വല്ല വ്യക്തിത്വ വൈകല്യാവസ്ഥയുടെ ഭാഗമായിട്ട് ഒരു രോഗനിർണയം നടത്താവുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള ചില ടോക്സിക് ബിഹേവിയേഴ്സ് കാണുന്ന പോലെ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന പോലെ നമുക്ക് തോന്നാം, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അവർക്ക് ശരിയായിട്ടുള്ള ഹെൽപ്പ് നേടിക്കൊടുക്കാനായിട്ട് നമ്മൾ സഹായിക്കാം. ഒറ്റയടിക്ക് അവരെ ഉപേക്ഷിക്കാതെ, അവരെ മാറ്റി നിർത്താതെ, അവരുടെ അത്തരത്തിൽ പെരുമാറുന്നതിനുള്ള അതിൻ്റെ ചിന്താഗതിയും അതിൻ്റെ ചേതോ വിഹാരവും ഒക്കെ മനസ്സിലാക്കിയിട്ട് ഉചിതമായിട്ടുള്ള ഹെൽപ്പ് അവർക്ക് നേടിക്കൊടുക്കാനായിട്ട് ശ്രമിക്കണം. ബന്ധങ്ങളിലെ ചില ടോക്സിക് സ്വഭാവങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ഓർക്കുക, സ്നേഹവും റെസ്പെക്റ്റുമാണ് ഏതൊരു നല്ല റിലേഷൻഷിപ്പിന്റെയും ബേസ് എന്ന് പറയുന്നത്. നിങ്ങളെ വിഷമിപ്പിക്കുന്ന, വിലയില്ലാത്തവരാക്കുന്ന സ്വഭാവങ്ങൾ സഹിക്കേണ്ട കാര്യം വളരെയധികം സംഭവിക്കുകയാണെങ്കിൽ അത് സഹിക്കേണ്ട കാര്യമില്ല. ഹെൽത്തിയായ സന്തോഷം തരുന്ന ബന്ധങ്ങൾ എല്ലാവരുടെയും അവകാശമാണ്. നിങ്ങളുടെ ബന്ധങ്ങളെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കാം. ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്നൊന്ന് ഓർത്ത് നോക്കുക. നമ്മൾ മുമ്പ് പറഞ്ഞ് സൂചിപ്പിച്ചതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. രോഗ പ്രശ്നങ്ങളുള്ളവർ, പേഴ്സണാലിറ്റി ഡിസോർഡർ ആയിട്ടുള്ളവരാണെങ്കിൽ ഉചിതമായിട്ടുള്ള ഹെൽപ്പ് നേടിയെടുത്ത് അവരുടെ വ്യക്തിത്വ വൈകല്യാവസ്ഥ മാറ്റിയെടുക്കുന്നതിനായിട്ട് നിങ്ങൾ അവർക്ക് സഹായം നൽകുക. അവരെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല, കുറേ ശ്രമങ്ങൾ നടത്തി എന്ന് ആണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾ നല്ലൊരു ഡിസിഷൻ എടുക്കാനും ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഈ വിഷയത്തിൽ നിങ്ങൾക്ക് അനുഭവങ്ങളോ ചിന്തകളോ ഉണ്ടെങ്കിൽ അനോണിമസ് ആയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. നമുക്ക് പരസ്പരം താങ്ങും തണലാവാനായിട്ട് ശ്രമിക്കാം. ഈ ചർച്ചകൾ നമുക്ക് തുടരാം. കൂടുതൽ വീഡിയോകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹെൽത്തിയും ഹാപ്പിയുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു. ഗുഡ് ബൈ.